ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ ഡീക്ലട്ടറിങ് സീരീസിലെ അടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് കുറച്ച് ക്ലീനിങ്ങും പിന്നെ അതുപോലെ തന്നെ കോൺമാരി മെത്തേഡിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കൂ. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ഹൈപ്പും കൂടി ചെയ്ത് വെച്ചേക്കൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെച്ചേക്കേട്ടോ. അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ ആണ്. അപ്പോൾ രാവിലെ ഒന്ന് നടക്കാനായിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്കൊന്ന് ക്ഷേത്രത്തിൽ പോകണം. ഞങ്ങളുടെ തേഴ്സ്ഡേ റുട്ടീൻ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. അപ്പോൾ രാവിലെ ഒന്ന് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് വരണം. അപ്പോൾ രാവിലെ തന്നെ എന്തായാലും പോയി നടക്കാമെന്ന് കരുതിയിട്ട് നടക്കുന്ന കാര്യത്തിൽ ഞങ്ങളിപ്പോൾ ഒട്ടും തന്നെ കോംപ്രമൈസ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് തിരക്കുണ്ടെങ്കിലും മാക്സിമം നടക്കാനായിട്ട് പോകുന്നുണ്ട്. ഇതിനിടയിൽ 1-2 ദിവസം നടക്കാൻ പറ്റിയില്ലായിരുന്നേ, കാരണം മഴയുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ പോകാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും കറക്റ്റായിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടക്കാനായിട്ട് വന്നേക്കുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പാർക്കിലാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ആംബിയൻസ് ആണ്. നമുക്ക് അങ്ങനെ വലിയ ശല്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ മാത്രമായിരിക്കുള്ളൂ ഉണ്ടാകുന്നത്. കൂടുതലും ഫാമിലി ആൾക്കാരാണ് വരുന്നത്. പിന്നെ സ്ഥിരമായിട്ട് ഞങ്ങളിത് ഇവിടെ വന്നിട്ട് ഒരു കരിക്ക് വെള്ളം കൂടി കുടിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. രാവിലത്തെ വെറും വയറ്റിൽ ഇതുപോലെ കരിക്ക് വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ കരിക്ക് വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ ചൂട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കരിക്ക് വെള്ളം കുടിക്കുന്നതും നല്ലതാണ്. അങ്ങനെ ഞങ്ങൾ കരിക്കൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇതേ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആമി സ്കൂളിൽ 8 മണിക്ക് വിടണമായിരുന്നു. അപ്പോൾ ഇന്ന് അവൾക്ക് 7 മണിക്ക് പോകണമായിരുന്നു കേട്ടോ. സ്കൂളിൽ റിവിഷൻ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. എക്സാം ആണ് ഈ വീക്ക് തൊട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് എക്സാം ഉള്ള കാരണം കൊണ്ട് നേരത്തെ അവർ റിവിഷൻ ക്ലാസ് കൊടുക്കും. അങ്ങനെ 7 മണിക്ക് അവളെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നടക്കാനായിട്ട് വന്നേക്കുന്നത്. ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പാർക്കിൽ നിന്ന് വന്നത് വീട്ടിലേക്ക്. 10 മണിയോട് അടുപ്പിച്ച് കേട്ടോ നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തിയപ്പോൾ. അങ്ങനെ ക്ഷേത്രത്തിൽ കയറി തൊഴുതിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും ഉണ്ട് ഒരു പാഴ്സൽ വന്നേക്കുവാണ്. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് കേട്ടോ, നമ്മുടെ ഈ ഒരു വീട്ടിലുള്ള കർട്ടൻസ് ഒരു സെറ്റും കൂടി മേടിക്കണം. എൻ്റെ അടുത്ത് ആകെ കൂടി ഒരു സെറ്റാണ് ഉള്ളത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ കുറേ തവണ ആലോചിച്ചിട്ടാണ് ഇത് എടുത്തത്, ഇത് വേണോ വേണ്ടേന്നൊക്കെ. അപ്പോൾ കുറേ മാസങ്ങൾ കൊണ്ട് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഒരു ഫൈനൽ ഡിസിഷനിൽ എത്തിയിട്ട് ഞാൻ മീഷോയിൽ നിന്ന് എടുത്തതാണ്. എനിക്ക് ശരിക്കും ഓൺലൈനിൽ ഇത് എടുക്കാനായിട്ട് നല്ല പേടിയുണ്ടായിരുന്നു, കാരണം ക്വാളിറ്റി എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിലിട്ടേക്കുന്ന ബാക്കി കർട്ടൻസൊക്കെ ഞാൻ കടയിൽ നിന്ന് മേടിച്ചാണ്, ശരവണ സ്റ്റോറിൽ മേടിച്ചതാണ്. അത് ഏകദേശം 200-250 രൂപയാണ് ഒരെണ്ണത്തിന് ആയത് കേട്ടോ. അപ്പോൾ ഇത് അത്രയും റേറ്റ് വന്നിട്ടില്ല, പക്ഷേ നല്ല ക്വാളിറ്റിയാണ്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നേ. അങ്ങനെ വൈറ്റ് കളറിലുള്ള ഒരു സെറ്റ് എടുത്തിട്ടുണ്ട്, 2 എണ്ണം വരുന്നത്. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1-2 കാര്യങ്ങളും കൂടി ഞാൻ കർട്ടൻസും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി വന്നതിന് ശേഷം ഞാൻ ഓർത്തു അത് സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അപ്പോൾ നമുക്ക് 2 സെറ്റ് ഉണ്ടെങ്കിൽ മാറ്റി മാറ്റി യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ എനിക്ക് ഓൾറെഡി എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കർട്ടൻസ് ഇപ്പോൾ അത് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പുതിയത് വെക്കാനായിട്ട് ഇല്ല. അപ്പോൾ 2-3 ദിവസത്തേക്ക് വെയിൽ കൊള്ളിച്ച് അത് ഉണങ്ങുന്ന വരത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുവരെയും കർട്ടൻസ് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് മേടിച്ചത്. ഒരുപാടൊന്നും എടുത്തിട്ടില്ല, ഒരു സ്പെയറാണ് എടുത്തത്. പിന്നെ ഇനി ഒരു സെറ്റും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വേറൊരു ഡിസൈനാണ്, ഏതാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് തുണികൾ മടക്കാനായിട്ടുണ്ടായിരുന്നേ. കഴിഞ്ഞ ദിവസം ഇതുപോലെ കഴുകിക്കൊണ്ട് വന്ന തുണികളാണ്. നൈറ്റ് ആമിയെ പഠിപ്പിച്ചതിന് ശേഷം പിന്നെ എനിക്ക് ഭയങ്കര ടയേർഡായിപ്പോയി. അതുകൊണ്ട് ഞാൻ ഓർത്ത് രാവിലെ തന്നെ അത് മടക്കി വെക്കാം. അപ്പോഴേക്കാണ് ഞങ്ങൾ ഇതുപോലെ നടക്കാനായിട്ട് പോയതും പിന്നെ അതുപോലെ ക്ഷേത്രത്തിലൊക്കെ പോയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എന്തായാലും സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ ഇരുന്ന് മടക്കുന്നുണ്ട്. പിന്നെ ഇതിൽ തന്നെ 1-2 തുണികൾ ഞാൻ വേസ്റ്റ് ബിന്നിലേക്ക് കളഞ്ഞത് ആമിയുടെ പഴയ കുറച്ച് പലാസോ പാൻറ്റുകളാണ്. അത് ഒട്ടും കട്ടിയില്ല, കുറേ അങ്ങ് കീറിപ്പോയേക്കുവാണ് കേട്ടോ. പിന്നെ അത് അങ്ങനെ വെച്ചേക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കളഞ്ഞതാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, ഡീക്ലട്ടറിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അപ്പം ഞാനാണെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് ലൈഫിൽ. കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ അടുത്തിടയ്ക്കാണ് ഞാനിങ്ങനെ കോൺമാരി മെത്തേഡിനെ കുറിച്ച് കേൾക്കാനിടയായത്. അപ്പോൾ ഞാൻ അവരുടെ ബുക്ക് വായിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഞാനിങ്ങനെ യൂട്യൂബിൽ 1-2 വീഡിയോസ് കണ്ടതാണ്, തമിഴിലാണ് കണ്ടത്. അപ്പോൾ തൊട്ടേ ഞാൻ ആലോചിക്കുന്നുണ്ട്, എപ്പോഴൊക്കെയോ അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡ് തന്നെയാണല്ലോ ഇതെന്ന്. അപ്പോൾ നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി കോൺമാരി മെത്തേഡ് എന്താണെന്നുള്ളത്. നിങ്ങളിൽ പലർക്കും ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും. ഞാൻ അവരുടെ ബുക്ക് വായിച്ചിട്ടൊന്നുമില്ല. ശരിക്കും മാരി കോണ്ടോ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് യുവതിയാണ്
അപ്പോൾ അവർ എഴുതിയിട്ടുള്ള ഒരു പ്രശസ്തമായ ഒരു ബുക്കാണ് ലൈഫ് ചേഞ്ചിങ് മാജിക് ഓഫ് ടൈഡിയിങ് അപ്പ് എന്ന് പറഞ്ഞിട്ട് ദ ജാപ്പനീസ് ആർട്ട് ഓഫ് ഡീക്ലട്ടറിങ് ആൻഡ് ഓർഗനൈസിങ് എന്നാണ് ആ ബുക്കിന്റെ പേര്. അപ്പോൾ ഇത് ഭയങ്കര ഫേമസ് ആണ്. ഇപ്പോൾ ജാപ്പനീസുകാര് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് ഇവരുടെ രീതികളാണ്. നമ്മൾ പോലും അറിയാതെയോ ഫോളോ ചെയ്യുന്നതും അവരുടെ മെത്തേഡുകളാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും എൻ്റെ കേൾവിയിൽ ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത് ഇങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നതും അടുക്കി പെറുക്കുന്നതിനും വേണ്ടിയിട്ട് അതൊരു പ്രൊഫഷനായിട്ട് എടുത്തിട്ട് ഒരാളെ കുറിച്ച് ഞാൻ കേൾക്കുന്നത് കേട്ടോ. ചിലപ്പോൾ എൻ്റെ കുഴപ്പമായിരിക്കാം. നിങ്ങൾ ഇതിനു മുമ്പ് വേറെ ആരെങ്കിലും കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേക്കോ. അപ്പോൾ അവരൊരു ഓർഗനൈസിങ് എക്സ്പേർട്ട് കൂടിയാണ്, അവരൊരു ഓർഗനൈസിങ് കൺസൾട്ടന്റ് കൂടിയാണ് ജപ്പാനിലെ. പിന്നെ അവര് ഇതിൽ കുറച്ച് റൂൾസ് ഒക്കെ പറയുന്നുണ്ട്. കോൻമാരി മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ച് റൂൾസുകളൊക്കെ അവര് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ 1-2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. 6 റൂൾസ് ആണ് ഇതിന് വേണ്ടിയിട്ട് പറയുന്നത്. അതിൽ മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് 6th പോയിന്റ് ആണ്. അപ്പം നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അപ്പം അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ വൃത്തിയാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആദ്യം തന്നെ നിങ്ങളൊന്ന് നന്നായിട്ട് വൃത്തിയായി നിങ്ങളൊന്ന് റെഡി ആവുക എന്നാണ് പറയുന്നത് കേട്ടോ. നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മളെ തന്നെ ഒന്ന് പ്രിപ്പയർഡ് ആക്കി വെച്ചേക്കുക എന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ കളയുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാറില്ലല്ലേ. ശരിക്കും ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അതുപോലെ ഫോളോ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഏറെക്കുറെ നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് ഉണ്ടാവുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മാനസികവും ശാരീരികമായിട്ട് നമ്മൾ തയ്യാറെടുക്കണം എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് സമയവും മനസ്സും നമ്മൾ നിക്ഷേപിക്കാനായിട്ട് തയ്യാറാകണം എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്താണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് വെച്ചേക്കുക എന്നുള്ളതാണ്. അതായത് ഡീക്ലട്ടറിങ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിത ശൈലി എന്താണെന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് അവർ രണ്ടാമതായി പറഞ്ഞു വെക്കുന്നത്. നിങ്ങളുടെ സുന്ദരമായ ജീവിതം എങ്ങനെയാണെന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അടുത്തത് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആദ്യം അനാവശ്യമായ വസ്തുക്കൾ നീക്കം ചെയ്യുക. ഒതുക്കം തുടങ്ങുന്നതിന് മുൻപ് ഉപേക്ഷിക്കേണ്ടവയിൽ നിന്ന് ആരംഭിക്കുക എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ആദ്യമേ തന്നെ നമ്മളുടെ വീട്ടിൽ അനാവശ്യമായിട്ടുള്ള ഒത്തിരി സാധനങ്ങൾ കാണുമല്ലേ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതാണ് പറഞ്ഞത്. ഡീക്ലട്ടറിങ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത്. ശരിക്കും ഞാൻ ആ ഒരു വീഡിയോ വോയിസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഞാൻ അറിയാനായിട്ട് ശ്രമിച്ചത് കേട്ടോ. നോക്കിയപ്പോൾ അതിൽ പറഞ്ഞേക്കുന്ന പകുതി പോയിന്റും ഇതിലും പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ ഇത് കോൻമാരി മെത്തേഡിൽ അവർ ഓൾറെഡി പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ എപ്പോഴും ഓരോ സാധനങ്ങളും അനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വീട്ടിൽ നിന്നും നീക്കം ചെയ്യുക എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ വീട് ഒതുക്കി തുടങ്ങുന്നതിന് ആദ്യം നമ്മൾ വേണ്ടത് ഉപേക്ഷിക്കേണ്ടതിൽ നിന്നാണ് ആരംഭിക്കേണ്ടതെന്നാണ്. അതായത് നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉപേക്ഷിച്ച് തുടങ്ങുമ്പോൾ തന്നെ വീട് ഒരുപാട് ക്ലറ്റർ ഫ്രീ ആവും എന്നാണ് ഇവർ പറയുന്നത്. അടുത്ത 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിർദ്ദിഷ്ട വിഭാഗങ്ങൾ പ്രകാരം വൃത്തിയാക്കുക. ഓരോ തരത്തിലുള്ള വസ്തുക്കളും ഒരുമിച്ചെടുത്ത് തിരിച്ചറിയുക. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഓരോ ദിവസവും ഓരോ പാട്ടായിട്ടായിരിക്കുമല്ലോ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരുപാട് തുണികൾ കാണുമായിരിക്കും അല്ലേ. അപ്പം നമ്മൾ എല്ലാ തുണികളും കൂടി എടുത്തുകൊണ്ട് വന്ന് കുന്നുകൂട്ടി ഇടുക. കുന്നുകൂട്ടി ഇട്ടതിന് ശേഷം അതിൽ നിന്നും നമുക്ക് വേണ്ടാത്തത് നമ്മൾ ഒഴിവാക്കുവാണ് വേണ്ടതെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ നമുക്ക് അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാ വസ്ത്രങ്ങളും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ലല്ലോ. എന്നെക്കൊണ്ട് അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. ഞാൻ കുറേശ്ശെയാണ് ക്ലീൻ ചെയ്യുന്നത്. പക്ഷെ ഇവർ പറയുന്നത് ഏത് സാധനമാണോ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്, അത് കളയാനായിട്ട് പോകുന്നത്, അപ്പം അത് ഒരുമിച്ച് എടുത്തുകൊണ്ട് വന്നിട്ട് നീക്കം ചെയ്യാനാണ് പറയുന്നത്. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇത് കളയുന്നതിന് ഒരു ക്രമം പാലിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് വസ്ത്രങ്ങൾ, പുസ്തകങ്ങൾ, പേപ്പറുകൾ, കിച്ചണിലുള്ള സാധനങ്ങൾ, പാത്രങ്ങൾ, അങ്ങനത്തെ കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇങ്ങനെ നമ്മളിങ്ങനെ തരം തിരിച്ച് വെച്ചേക്കുക. അതിൽ ഈ ഒരു കാര്യവും പറയുന്നുണ്ട് സെന്റിമെന്റൽ ഐറ്റംസ്. അതായത് ഓർമ്മകൾ തരുന്ന ആരെങ്കിലും നമുക്ക് ഗിഫ്റ്റ് തന്നതായിട്ടുള്ളതോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും നമുക്ക് കിട്ടിയിട്ടുള്ളതോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ സെന്റിമെന്റ്സിന്റെ പേരിൽ സൂക്ഷിച്ച് വെച്ചേക്കുന്ന സാധനങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ തരംതിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളാണല്ലോ ഇത്. അപ്പം ഓരോ കാര്യങ്ങളായിട്ട് തരംതിരിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഡീക്ലട്ടറിങ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ഇവർ പറയുന്നത്. ലാസ്റ്റ് പോയിന്റ്, അതായത് 6th പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും ഈ ഒരു ബുക്കിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പോയിന്റ് ആണ് കേട്ടോ. ഈ സാധനം നമുക്ക് സന്തോഷം നൽകുന്നുണ്ടോ എന്നൊരു മറു ചോദ്യം ചോദിക്കുക. ശരിക്കും വേണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ പല സാധനങ്ങളും നമ്മളെടുത്ത് വെച്ചേക്കുന്നത് ഒരു ഉപയോഗം ഇല്ലാത്ത കാര്യമായിരിക്കും അല്ലേ. ഇപ്പം നമ്മൾ ഒരു സാധനം കളയാനായിട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ ആ വസ്തുവിനോട് ചോദിക്കുക, ഇതെനിക്ക് സന്തോഷം തരുന്നുണ്ടോ, എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന കാര്യമാണ്. അപ്പം നമുക്ക് അത് സന്തോഷം തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് വീട്ടിൽ നമുക്ക് സൂക്ഷിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്കത്
കളയാം എന്നാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇതിലുള്ള ഒരു സാരാംശം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഡീക്ലട്ടറിങ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി നമ്മളുടെ വീട് ക്ലട്ടർ ഫ്രീ ആയിരിക്കും എന്നാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും അതുപോലെ ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഏറെക്കുറെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ടിപ്സുകൾ പറയുന്നുണ്ട്, അതായത് പ്രാക്ടിക്കൽ ടിപ്സുകളാണ് പറയുന്നത്. വസ്ത്രങ്ങൾ എപ്പോഴും വെർട്ടിക്കലായി മടക്കി വെക്കാനാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ വെർട്ടിക്കലായിട്ട് മടക്കി വെക്കുമ്പോഴത്തേക്കുള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ടുള്ളൊരു ഈസിനെസ് ആണ് അവർ പറയുന്നത്. അതായത് പെട്ടെന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും വെർട്ടിക്കലായിട്ട് മടക്കി വെക്കുമ്പോൾ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് ഏതാണ് തുണികൾ നമ്മൾ വെച്ചേക്കുന്നത് നോക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കത്തില്ലേ. വെർട്ടിക്കൽ ആകുമ്പോഴത്തേക്കും കറക്റ്റ് അതിന്റെ കളർ അറിയാൻ പറ്റും, ഡിസൈൻ അറിയാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വസ്തുക്കളെ കാണാനും എടുക്കാനും എളുപ്പമുള്ള രീതിയിൽ സൂക്ഷിക്കുക. ഇപ്പൊ നമ്മൾ ഒരു സാധനം നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റുന്ന തരത്തിലായിരിക്കണം, അല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്ന തരത്തിലാവണം നമ്മളത് സൂക്ഷിച്ച് വെക്കേണ്ടത്. മിക്കവാറും നമുക്ക് അബദ്ധം പറ്റുന്നത് ഗ്രോസറി ഐറ്റംസ് ആയിരിക്കും. നമ്മൾ പല സാധനങ്ങളും വീട്ടു സാധനങ്ങളും മേടിച്ചുകൊണ്ട് വന്നിട്ട് സ്ഥിരം സൂക്ഷിക്കാത്ത പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി വെച്ചിട്ട് അവസാനം ആ സാധനം മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും വൃത്തിയാക്കുന്ന സമയത്തായിരിക്കും നമ്മൾ കാണുന്നത് അല്ലേ, ഇതുപോലെ പൂത്ത് പോയി ഇരിക്കുന്നത് അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് അത് എടുക്കാൻ പാകത്തിന് നമുക്ക് കാണുന്ന ഭാഗത്ത് മാത്രം വെക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഐറ്റംസിന്റെയും ഉപയോഗം എത്രമാത്രം നമുക്ക് ഉണ്ട് എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കുക. ഓരോ സാധനങ്ങളും നമ്മുടെ വീട്ടിലേക്ക് മേടിച്ച് കൂട്ടുമ്പോൾ, ഇതും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്, നമുക്ക് അത് ഉപയോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഒത്തിരി തവണ അത് ആലോചിക്കണം. പിന്നെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സന്തോഷത്തിനും ശാന്തിക്കുമുള്ള സ്ഥാനമാക്കുക എന്നാണ് പറയുന്നത് നമ്മുടെ വീടിനെ. അതായത് നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ മേടിച്ച് കൂട്ടുന്നതിലല്ല കാര്യം, വീട് ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ആ വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് സമാധാനവും സന്തോഷവും തരേണ്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളുടെ വീടെന്ന് പറയുന്നത് ഒരു സ്വർഗ്ഗമാണല്ലേ. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മളുടെ വീട്ടിലിരിക്കുന്ന ഓരോ സാധനങ്ങളും ഓരോ ഐറ്റംസും നമ്മളോട് പറയാനായിട്ട് ഓരോ കഥകൾ കാണും, അല്ലെങ്കിൽ ഓരോ മെമ്മറീസ് ആയിരിക്കും നമുക്ക്. അപ്പൊ നമുക്ക് സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ മാത്രം വീട്ടിൽ സൂക്ഷിക്കുക. നമുക്ക് നല്ല മെമ്മറീസ് തരാത്ത സാധനങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനെ ഉപേക്ഷിക്കുക. ഞാൻ അങ്ങനെ ഒത്തിരി സാധനങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ എനിക്ക് സന്തോഷം തരാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാറ്റിയതാണ്. ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടൊന്നുമില്ല, പറഞ്ഞിട്ടും ഇല്ലാത്തതാണ് കേട്ടോ. അതെൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ചോയ്സ് ആയിരുന്നു, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കോന്മാരി പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വീട് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ വീട് സ്വർഗ്ഗതുല്യമാക്കാനും പറ്റും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടെക്നിക്കിനെ കുറിച്ച് അല്ലെങ്കിൽ കോന്മാരിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ, വായിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്തേക്ക് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് കോന്മാരി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുമായിട്ട് എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒത്തിരി കാലമായിട്ട് വീഡിയോസിൽ പറഞ്ഞു പോകുന്ന പല കാര്യങ്ങളാണ് ഇതിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ എനിക്ക് ഇനി ഇതിൻ്റെ ഒരു ബുക്ക് മേടിക്കാനായിട്ട് ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോഴത്തേക്ക് നല്ല റേറ്റാണ്, 1500 മേലെയാണ് അവരുടെ ബുക്കിന്റെ റേറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു യൂട്യൂബിൽ ഇങ്ങനെ പോഡ്കാസ്റ്റുകൾ കേൾക്കാം, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ കേൾക്കാനായിട്ട് തുടങ്ങിയതാണ് കേട്ടോ. നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ഗൂഗിളിലോ അല്ലെങ്കിൽ ChatGPT-യിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇന്നിപ്പോൾ നമുക്ക് സൗകര്യങ്ങൾ ഏറെയാണല്ലേ, നമുക്ക് വിക്കിപീഡിയയിലൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് കിട്ടും. അപ്പോൾ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. ഞാൻ ഇന്നത്തെ ദിവസം ഡീക്ലട്ടറിങ് ചെയ്തത് നമ്മളുടെ കിച്ചൺ കബോർഡാണ്, അണ്ടർ ഷെൽഫാണ് ക്ലീൻ ചെയ്തത്. അതായത് നമ്മളുടെ കൗണ്ടർ ടോപ്പിന്റെ അടിഭാഗത്ത് ഉണ്ടായിരുന്ന ഒരു ഷെൽഫ് ഉണ്ടല്ലോ, അതിലിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കി, അതിൽ വേണ്ടാത്തതൊക്കെ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചേക്കുവാണ്. അത് എനിക്ക് ഇനി കൊണ്ടുപോയി മാറ്റിയിട്ട് പുതിയത് മേടിക്കണം. പാത്രങ്ങളൊന്നും മാറ്റാനായിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു വലിയൊരു ഷെൽഫ് ഉണ്ടല്ലോ നമ്മളുടെ ഒരു ക്രോക്കറി യൂണിറ്റ് വരുന്ന, അവിടെയാണെങ്കിൽ കുറച്ച് ഈ പഴയ കവറുകളുണ്ടല്ലോ അത് ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ഉണ്ടായിരുന്നു. ഇന്നാണ് ഞാൻ ക്ലീൻ ചെയ്തപ്പോഴത്തേക്ക് അതൊക്കെ മാറ്റിയത്. ഞാൻ പറഞ്ഞല്ലോ ഡീക്ലട്ടറിങ് ചെയ്യുന്ന ഭാഗമായിട്ട് ഞാനതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ അതെല്ലാം കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്ത് കളഞ്ഞു. അത് ഇവിടെ പുറത്ത് കോർപ്പറേഷനിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരവിടെ എടുത്തോളും. അപ്പോൾ അങ്ങനെ അത് കൊണ്ടുപോയി കളയുകയാണ് ചെയ്തിട്ട് ഹസ്ബൻഡ് കൊണ്ടുപോയിട്ടുണ്ട്. വേറെയുള്ള പോർഷനൊന്നും ഞാനത് ഡീക്ലട്ടറിങ് ചെയ്തിട്ടില്ല. കിച്ചണിലെ അണ്ടർ സിങ്കും അതുപോലെ തന്നെ കബോർഡിന്റെ ഒരു ലാസ്റ്റിലത്തെ റാക്കുമാണ് ഞാൻ ക്ലീൻ ചെയ്തത്. ഇനി മേലോട്ടുള്ള പോർഷനൊക്കെ വരുന്ന ദിവസങ്ങളിലേ ക്ലീൻ ചെയ്യത്തുള്ളൂ. ദിവസവും നമ്മൾ ഒരുപാട് ക്ലീൻ ചെയ്യേണ്ട കേട്ടോ. ഒരുപാടൊന്നും ഡീക്ലട്ടറിങ്ങോ അല്ലെങ്കിൽ ഡീപ് ക്ലീനിങ് ഒന്നും ചെയ്യേണ്ട. കുറേശ്ശെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോർഷൻസ്, ഏതെങ്കിലും ഒരു പോർഷൻ, എടുക്കുന്ന പോർഷൻ നല്ല ക്ലീൻ ആയിട്ട് വെച്ചേക്കണമെന്ന് മാത്രം. ഞാൻ അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഇന്ന് എന്താണ് ക്ലീൻ ചെയ്തത്, അല്ലെങ്കിൽ ഇതുവരെയുള്ള നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഏതൊക്കെ പോർഷൻസ് നിങ്ങൾ ക്ലീൻ ചെയ്തു എന്ന് മറക്കാതെ കമന്റ് ചെയ്തേക്കും. കാരണം 1-2 പേര് പറഞ്ഞായിരുന്നു ഡീപ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ടെന്ന്.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ദേ വന്നിട്ട് ബാത്റൂം ഒന്ന് കഴുകുന്നുണ്ട്. ഇത് ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി ബാത്റൂം ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നാമത്തെ കാര്യം ഹാർഡ് വാട്ടർ ഉണ്ട്, അതുപോലെ തന്നെ കോർപ്പറേഷൻ വാട്ടറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഹാർഡ് വാട്ടറിൻ്റെ സ്റ്റെയിൻസ് ഇങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി ഞാനിങ്ങനെ ഹാർപ്പിക്കിട്ട് കഴുകിയതിന് ശേഷമാണ് ഞാൻ കുളിക്കാറുള്ളത്. പിന്നെ ഞാൻ ഈ ഒരു ബാത്റൂമിൽ വെച്ചേക്കുന്ന ബ്രഷസ് കണ്ടോ, ഇതാണെങ്കിൽ ഞാൻ എപ്പോഴും കഴുകി കഴിഞ്ഞതിന് ശേഷം, അതായത് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കൊണ്ടുപോയി വെയിലത്ത് വെച്ച് ഉണക്കും കേട്ടോ. ടെറസിൻ്റെ മേലെ കൊണ്ടുപോയി ഉണക്കും. ഞാൻ ജസ്റ്റ് ഇപ്പോൾ അവിടെ തൂക്കി ഇട്ടെന്നേ ഉള്ളൂ. എല്ലാ ബ്രഷുകളും നല്ലോണം വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷമാണ് പിന്നെയും ബാത്റൂമിൽ കൊണ്ടുപോയി വെക്കുന്നത്. എനിക്കിപ്പോൾ ഇതിൻ്റെ ബ്രഷസ് വെക്കാനായിട്ട് വേറൊരു സ്ഥലമില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തിട്ട് അതിന് ശേഷമാണ് മേലെ കൊണ്ടുപോയി വെച്ചത്. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് തുണികളൊക്കെ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ വാഷിംഗ് മെഷീനിൽ, അതൊക്കെ ഡ്രൈ ആക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി എനിക്ക് റെസ്റ്റ് ടൈമാണ്. ഇപ്പോൾ ഏകദേശം ഒരു മണിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫാസ്റ്റായിട്ടാണ് ഞാൻ ജോലികളൊക്കെ ചെയ്യുന്നത്. കുറേശ്ശെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈസി ആൻഡ് ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങളിന്ന് പുറത്തുനിന്നാണ് കറി മേടിച്ചത് കേട്ടോ. പിന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഒരു മൂവിയും കൂടെ കാണുന്നുണ്ട്, ഞാനും ഹസ്ബൻഡും കൂടി ഇരുന്നിട്ട്. അങ്ങനെ ഒന്ന് റിലാക്സ് ആവുന്നുണ്ട്. ഇനി കുറേ കഴിയുമ്പോഴത്തേക്ക് ആമി സ്കൂൾ വിട്ട് വരും. പിന്നെ സാറ്റർഡേ ആണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. സാറ്റർഡേ ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് കരുതിയിട്ട്. ഇന്ന് ആമിക്ക് സ്കൂളുള്ള ദിവസമായിരുന്നേ. അങ്ങനെ അവളെ സ്കൂളിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ഈവനിങ് ആയപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ വീക്കിലൊന്നും പുറത്ത് പോകാൻ പറ്റത്തില്ല, കാരണം ആമിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമിൻ്റെ എക്സാം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി പഠിക്കാനൊക്കെ ഉണ്ട്, അതുകൊണ്ട് പുറത്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വീക്കിൽ പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ വന്നതാണ്. ആദ്യമേ തന്നെ സംഗീത വെജിൽ കയറിയിട്ട് ഒരു സാമ്പാർ വടയും ചായയും കുടിച്ചിട്ട് നേരെ ഞങ്ങളിതേ മദ്രാസി സിനിമ കാണാനാണ് കേട്ടോ വന്നത്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല സിനിമ. ശിവകാർത്തികേയൻ്റെ സിനിമാസൊക്കെ എനിക്ക് ഇഷ്ടമാണ്, അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അത്ര നല്ല റിവ്യൂ അല്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ എന്നാലും ഒന്ന് കാണാമെന്ന് കരുതിയിട്ട് വന്നതാണ്. എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വരുവാണ്. നൈറ്റാണ് ഞങ്ങൾ തിരിച്ചത്. 7 മണിയുടെ ഷോയ്ക്കാണ് പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കമല തിയേറ്ററിലാണ് സിനിമയ്ക്ക് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം കൂടുതലാണ്. എപ്പോഴും രോഹിണി തിയേറ്ററിലാണ് പോകുന്നത്. അപ്പോൾ ഇത്തവണ കമല തിയേറ്ററിൽ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി മൺഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.